ഹലോ, ഇന്ന് നമുക്കൊരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിനായി നമുക്ക് വേണ്ട ചിക്കൻ എടുത്ത് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാള, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ നമ്മുടെ കറിവേപ്പിലയും വേണം. ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, കുഞ്ഞുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് ചതച്ച് നല്ല രീതിയിൽ ചതച്ചോളൂ. നമുക്ക് അരിയുന്നില്ലല്ലോ, അപ്പോൾ നല്ല രീതിയിൽ ചതച്ച് അതിലേക്ക് ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇടാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉടനെ നമുക്ക് നമ്മുടെ സവാള ഇടാം. സവാള ഇട്ട് നല്ലതായിട്ട് ഇളക്കി നല്ല രീതിയിലൊന്ന് വാടി വന്നാൽ മതി. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി, അധികം പാടണ്ട. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം നമുക്കതിലേക്ക് നമ്മുടെ ചെറിയൊരു തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. ചെറിയൊരു തക്കാളി എന്ന് വെച്ചാൽ പുളികളാണെങ്കിൽ അത് ആഡ് ചെയ്യണ്ട, ചെറിയൊരു പീസ് ആഡ് ചെയ്താൽ മതി. അങ്ങനെ അതിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് പൊടികൾ കുറച്ച് ആഡ് ചെയ്യാം. നമുക്ക് മല്ലിപ്പൊടി വേണം, അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും. മഞ്ഞൾപ്പൊടി ഇതെല്ലാം നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പം നന്നായിട്ട് ഇളക്കി അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന വരെ ഇളക്കുക. പിന്നെ അതിനകത്ത് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം നന്നായിട്ട് ഇളക്കുക. ഈ പൊടികളെല്ലാം അടിയിലൊന്ന് പിടിച്ചിരിക്കുന്നുണ്ടെന്ന് കാണുന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചാലിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്യാം. അങ്ങനെ അതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് തട്ടിക്കൊത്തി വെച്ച് മൂടി വെച്ച് അടയ്ക്കാം. അതൊരു തിള വരുമ്പോഴത്തേന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ആദ്യമേ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് നന്നായിട്ട് തിള വരുന്നുണ്ടെന്ന് കാണുമ്പോൾ മാത്രം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി. ഇതേ ഇപ്പം നമുക്ക് തിളച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അങ്ങനെ തിള വന്നപ്പോൾ നമ്മളൊന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ചിട്ടുണ്ട്. ഇളക്കിയാൽ അത് പൊടിഞ്ഞു പോകും. സോ അത് ഇളക്കണ്ട. പിന്നെ നമുക്ക് ഇതിലേക്ക് മല്ലി എല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കുക എന്ന് വെച്ചാൽ പൊത്തിപ്പൊടിച്ച് ഇളക്കാനല്ല, ചെറുതായിട്ടൊന്ന് ഇളക്കുക. അങ്ങോട്ട് ഇളക്കി വേണമെങ്കിൽ ഒന്നുകൂടെ മൂടി വെക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, വെള്ളം നന്നായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചാറ് വേണ്ടെങ്കിൽ നന്നായിട്ട് അത് തിളച്ച് പോകട്ടെ, ഒന്ന് കുറുകി വരും അന്നേരത്തേന്. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം.